ഇന്ന് ഞങ്ങൾ കാര്യറ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അവിടെ എല്ലാവരും ഉണ്ട്, നമുക്ക് അടുത്തിട്ട് കാണാവേ. ബായ്. ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോ എടുത്തപ്പോൾ അതങ്ങനെ 2-3 ആഴ്ച മുന്നേ ആയിരുന്നു. അപ്പോൾ അതേ ചമ്മലുണ്ട് ഇവിടെ. ഇതാണത് പശു. ഹായ് പശു. അപ്പം നമ്മൾ പോവാ. ഇതുവരെ വണ്ടി നമ്മൾ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. നടക്കേണ്ട വരുമായിരിക്കും ഒന്നും വരെ. മൊത്തം കാടാ. റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനല്ല, റെയിൽവേ റോഡ് കാണിക്കാം. റെയിൽവേ പാളം. ഇതിൻ്റെ അക്കരെ ഞങ്ങളുടെ വീട്, ഇക്കരെ പോണം അമ്മൂമ്മയുടെ വീട്ടിൽ, അമ്മയുടെ വീട്ടിൽ. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞ് വീഡിയോസിൻ്റെ ലെങ്ത് കൂടണം. ഇത് ഞാൻ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് കയ്യും വേദനിക്കുന്നു. വീഡിയോസിൻ്റെ ലെങ്ത് കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ആഗ്രഹം. ഒരു 10 മിനിറ്റെങ്കിലും വേണമെന്ന് നോക്കാം. റോഡെത്തി കാണിച്ചു തരാം. ആർക്കും ഫോട്ടോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾ താവളം വരെ നടക്കേണ്ടി വരും. ഭാഗ്യത്തിന് ഇങ്ങോട്ട് അങ്ങനെ ഓട്ടോ വന്നാൽ അത് കയറി പോവാം. കുറച്ച് ഞങ്ങളങ്ങോട്ട് നടന്നപ്പോഴത്തേക്കിനും ഓട്ടോ കിട്ടി. പിന്നെ ആ ഓട്ടോയിലാണ് ഞങ്ങൾ അവിടെ വരെ ചെന്നത്. വരുമ്പോൾ പൈനാപ്പിൾ എസൻസും കൂടി വാങ്ങിയിട്ട് തരണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അതും വാങ്ങി. അതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എസൻസൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലെത്തി. ഇതാണ് ഈ റോസ് കാണിച്ചതാണ് ഞങ്ങളുടെ വീട്. അങ്ങനെ വീടൊക്കെ എത്തി. ഓട്ടോമാമന് പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് കയറിയപ്പം അവിടെ നിന്ന് ഫോണും കണ്ട് രാവിലത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ചുമ്മാ ഇവർ നമ്മളെ കളിയാക്കുകയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതിന്. അങ്ങനെ ഞാൻ ചോദിച്ചു, ഇപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, അവളുടെ അനിയൻ. അങ്ങനെ നേരെ അവനെ കാണാൻ പോയപ്പോൾ അവനും ഒരു മൂലയിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞാൻ ഇവൻ്റെ ഫോൺ കൊടുത്തിട്ട് എല്ലാ വീഡിയോസും എടുക്കാൻ പറഞ്ഞു. വീഡിയോസ് എല്ലാം എടുത്തത് അവനാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ തന്നെ അവളെല്ലാം ഇന്നലെ രാത്രി തന്നെ സവാളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പൻ രാവിലെ തന്നെ പ്രഥമൻ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് അവൾ നിന്ന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വൃത്തിയാക്കി വെച്ച് പായസമൊക്കെ രാവിലെ എല്ലാം സെറ്റായി. അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ അടുപ്പൊക്കെ കൂട്ടിയിട്ട് ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പാണേ. ഞാനാണ് കട്ടെടുക്കുന്നത്. അതിൻ്റെ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ അവനാണ് അവിടെ നല്ല എടുത്തുകൊണ്ട് വെച്ചത്. എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാട്ടിലും ഇഷ്ടം എനിക്ക് കാര്യറ വീട്ടിലോ അതേപോലെ എൻ്റെ കുഞ്ഞമ്മയുടെ ഒക്കെ വീട്ടിൽ പോയി നിൽക്കാനാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇപ്പോഴേക്ക് ഏകദേശമൊക്കെ ഫുഡൊക്കെ ആയി. പായസമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. ചെയ്യാത്ത ഒരു യൂട്യൂബർ വെറുതെ ക്യാമറയും പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണി യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഒരു പണിയും ചെയ്തില്ല. ഒരു ഉള്ളി പൊളിക്കത്തോലും എങ്ങനെ കണ്ണാടി. എൻ്റെ വെളിയിൽ അടുപ്പൊക്കെ കൂട്ടി ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അടുപ്പൊക്കെ കൂട്ടി. അപ്പോഴേക്കും ഞാൻ നമ്മൾ സലാഡ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ പോയി സലാഡിന് വേണ്ടിയിട്ടുള്ള സവാളയും ഇതെല്ലാം അവൾ നേരത്തെ അരിഞ്ഞ് വെച്ചതാണ്. ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചൂന്നേ ഉള്ളൂ. അങ്ങനെ കറിയൊക്കെ സെറ്റാക്കിയേ. ഒക്കെ സെറ്റായപ്പോഴത്തേന് ആയൂന്ന് അവരും വന്നു. അവർ വരുമെന്ന് ഞാൻ കരുതിയത് പോലുമില്ല. അവരെന്നോട് പറഞ്ഞത് ഞങ്ങളിനി ഓണത്തിനേ ഉള്ളെന്ന. അവരും വന്നു. ഞാൻ തന്നെ അവനോട് പറഞ്ഞു ആര് വന്നാലും പുറകെ ഫോണും കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയേക്കണമെന്ന്. എന്നിട്ട് അവനോട് തന്നെ ഞാൻ ചോദിക്കുന്നത് എന്തോ നീലക്കയിലാണോന്ന്. അത് കഴിഞ്ഞ് പാവ എൻ്റെ ചെറുക്കനാണ് ഡൈനിങ് ടേബിൾ മൊത്തം ക്ലീനാക്കി. അപ്പോൾ ഇതിന് ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡും ആയി, കറിയും വെച്ച്. ഇനി നമ്മൾ അവരെ നോക്കിയിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് ഇല വെട്ടാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇല വെട്ടാൻ വേണ്ടിയിട്ട് പോയി. സ്വന്തം പറമ്പിലോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. വീടിൻ്റെ ബാക്കി പറമ്പുണ്ട്. അങ്ങനെ അവിടെ പോയി ഇലയൊക്കെ വെട്ടി. ഞാനൊന്നും പോയില്ല, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അവരൊക്കെ പോയി വെട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ പറയാണ്, ഇതാണ് നമ്മുടെ
പറമ്പ് ഇത് അപ്പൂപ്പൻ്റെ കൃഷിയാണ് എന്നൊക്കെ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വാഴവെട്ടൽ പ്രക്രിയയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, ഒരു ഇതിങ്ങനെ പറയൂ, എന്താണ് പറയാനുള്ളത്? ഇപ്പൊ മോക്ക് എന്താണ് പറയാനുള്ളത്? വാഴയിലൊക്കെ പിടിച്ചിരിക്കുന്നല്ലോ. ഹായ്, ഞങ്ങള് ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് ഒക്കെ വെച്ച്, ഫ്രൈഡ് റൈസ് അല്ലേ വെച്ചേ, എന്ത് നമ്മള് വെച്ചേ, ചിക്കൻ കറി വെച്ചു, സലാഡ് ഉണ്ടാക്കി, പപ്പടം ഉണ്ടാക്കി. ഞങ്ങൾ ഇനി കഴിക്കാൻ വേണ്ടിട്ട് ഇല വെട്ടാൻ പോവാ. ഇതാണ് ഞങ്ങളുടെ അപ്പൂപ്പന്റെ കൃഷിത്തോട്ടം. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അവരെ വിളിച്ചു നോക്കിയായിരുന്നു ഇറങ്ങിയോ എന്നറിയാൻ വേണ്ടി. പക്ഷെ അവരിറങ്ങിയില്ല. അവരെന്തായാലും ഇനി ഇറങ്ങി ഒരു അരമണിക്കൂറുണ്ട്. അങ്ങനെ ഞങ്ങൾ വാഴയിലയൊക്കെ വെട്ടിയിട്ട് പിന്നെ മേളിൽ കയറി പോയിരുന്ന് കുറേ നേരം സംസാരിച്ചതിനൊക്കെ ശേഷമായിരുന്നു അവർ വന്നത്. ഇനി അവർ വന്നിട്ട് ഓക്കെ. ട്രക്കിങ് കഴിഞ്ഞിട്ട് വരുവാണോ? അങ്ങനെ നീണ്ട 1, 2, 3 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ലാസ്റ്റ് അവർ വന്നു. എനിക്ക് തോന്നുന്നു ഒരു 12 മണി കഴിഞ്ഞ് 1 മണിയൊക്കെ അടുപ്പിച്ചായപ്പോഴാണ് അവർ വന്നത്. അപ്പം പറഞ്ഞ് 10 മണിക്കേ വരും. നമ്മൾ നേരത്തെ പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഞാൻ അവനോട് പറഞ്ഞെടുക്കാം, പക്ഷെ അവൻ എടുത്തിട്ടില്ലായിരുന്നു. എന്തായാലും നല്ല കിടിലൻ ടേസ്റ്റാണ്. ഞങ്ങൾ ഇന്നാളെ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴും ഇതുപോലെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. അങ്ങനെ അവർ വന്നപ്പം നമ്മൾ അതും കൊടുത്തു. അവർ വന്നതിന് ശേഷമാണ് ചിക്കനൊക്കെ ഫ്രൈ ആക്കിയത്, ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓണത്തിന് ഒരു ട്രിപ്പൊക്കെ നമ്മൾ ചുമ്മാ പ്ലാൻ ചെയ്യലേ ഉള്ളൂ, നടക്കത്തൊന്നുമില്ല. അപ്പം അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 പേർക്ക് 6 അഭിപ്രായങ്ങളാണ്. പോകാനൊന്നും ചാൻസ് ഇല്ല, എന്തായാലും പോകാൻ നമുക്ക് നോക്കാം. ഇതൊക്കെ ചുമ്മാ അവിടെ ഇരുന്നപ്പോൾ അവൻ്റെയൊക്കെ മുടിയൊക്കെ നമ്മൾ കെട്ടിക്കൊടുത്ത് നല്ല രസമായിരുന്നു. അങ്ങനെയൊക്കെ കുറേ നേരം ഇരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇത്ര നേരം എൻ്റെ വീഡിയോ എടുത്ത ക്യാമറാമാനെ കാണിക്കണ്ടേ? നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു, ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. ഇവനാണ് എൻ്റെ ക്യാമറാമാൻ. ഇവൻ്റെ ജ്യൂസിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇപ്പം അല്ലാത്തതൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഉണ്ടായതുകൊണ്ട് 10 മിനിറ്റ് ആകണേന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു 10-12 30 മിനിറ്റോളമുള്ള വീഡിയോസുണ്ട്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് 12 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴാണ് ഒരു ജ്യൂസൊക്കെ കുടിക്കുന്നത്. അങ്ങനെ അവർ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കഴിക്കാൻ വേണ്ടി നമുക്ക് ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ചിക്കൻ കറി, പിന്നെ സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കഴിക്കട്ടെ. നല്ല ഫുഡായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പണിയെടുക്കാതെന്ന് പറഞ്ഞ് ചുമ്മാ ഞാനായിരുന്നു മെയിൻ. അതിനകത്ത് എല്ലാ പണിയും ഞാനാണ് അതിനകത്ത് ചെയ്തത്. കൃത്യമായി ചെയ്തത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. കൃത്യമായുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുത്തത് ഞാനാണ് അവർക്കെല്ലാം വിളമ്പിയും കൊടുത്തത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഞാനാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞ് അവർ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുകയാണ്. നമ്മൾ കഴിച്ചതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് അവർ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ്, അവരല്ല നമ്മളാണ് പറഞ്ഞത്. അങ്ങനെ പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് വന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച്. അവന്മാരാണ് പോയി വാങ്ങിയത് ഐസ്ക്രീം. ഞാൻ കഴിച്ചത് വാനില ഫ്ലേവർ, വാനിലയും ചോക്ലേറ്റും പിസ്തയും ഉണ്ടായത്. എല്ലാവരും കൊണ്ട് ഫ്ലേവർ നോക്കി എടുക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന ഫ്ലേവർ വാനിലയാണ് എനിക്ക് കിട്ടിയത്. എനിക്കാണെങ്കിൽ ചോക്ലേറ്റ് ആയിരുന്നു ഇഷ്ടം, പക്ഷേ എനിക്ക് കിട്ടിയത് വാനിലയിൽ നമ്മൾ കഴിക്കും, അത് വേറെ കാര്യം. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച്. ഐസ്ക്രീം കഴിച്ചതിനൊക്കെ ശേഷം അപ്പോഴത്തേനും ഫുള്ളായി വയറ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പൂപ്പൻ്റെ സ്പെഷ്യൽ പായസം. ഈ വീഡിയോ കാണുന്നവർ അപ്പൂപ്പൻ്റെ പായസം കുടിച്ചവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പായസത്തിനെ പറ്റി കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എങ്ങനെ ഉണ്ടായിരുന്ന പായസമെന്ന്. കാരണം അനുസോമൻ, അതായത് എൻ്റെ കുഞ്ഞമ്മ, എൻ്റെ വീഡിയോ അവരന്ന് ആ സമയത്താണ് എൻ്റെ വീഡിയോ കാണുന്നത്. എൻ്റെ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ലായിരുന്നു. ഞാനാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവരിറങ്ങുകയാണ് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടും വെളിയിൽ ഇരുന്നുകൊണ്ടങ്ങ് സംസാരമായിരുന്നു. അങ്ങനെ സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്
അവർ ബായ് പറഞ്ഞ് പോവുകയാണേ. പിന്നെ നമുക്ക് വേറെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. കണ്ട എന്തൊരു വിനയാകുലരായ പിള്ളേരാണെന്നറിയാവോ. കണ്ട കറക്റ്റ് കാണുമ്പോൾ നല്ല 2 സൈക്കോസിനെ പോലുണ്ട് എല്ലാം. വായും തുറന്ന് ആക്ഷനും കാണിച്ചിരിക്കും. അങ്ങനെ അവർ പോയതിന് ശേഷം ഓരോരുത്തർ വീട്ടിലോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. കാരണം പിറ്റേ ദിവസം ക്ലാസ്സൊക്കെ ഉള്ളവരാണ്. അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. ആദ്യമേ ഇവരാണ് ഇറങ്ങിയെങ്കിലും ഞങ്ങളെ അങ്ങ് ആക്കിയതിന് ശേഷമാണ് ഇവർ പോയത്. ഈ ക്ലിപ്പിങ്സ് ഞാൻ ഇപ്പം കണ്ടപ്പോഴാണ് ഇവ ഇത്രയും ഇറങ്ങി റെഡിയായി നിന്നതെന്ന് അറിയുന്നത്. ഇതിനൊക്കെ ശേഷമാണ് നമ്മളെ കൊണ്ടാക്കിയിട്ട് പോകാനുള്ള പ്ലാനായത്. അങ്ങനെ അപ്പൂപ്പനൊക്കെ ഞാൻ ബായ് പറയാണ് പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതൊക്കെ നാണമാണ് ഇതിനകത്ത് വരാൻ വേണ്ടി. എന്നിട്ട് അല്ലാതെ നമ്മൾ വീഡിയോസ് എന്നൊക്കെ ചോദിക്കുമെങ്കിലും ഇതിനകത്ത് വരാൻ എല്ലാവർക്കും നാണമാണ്. അങ്ങനെ എല്ലാവർക്കും ബായ് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങളെ അവനാട്ടോ അവിടം വരെ കൊണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടെ അങ്ങ് നടന്നു പോയാൽ മതി. ഞാൻ നേരത്തെ കാണിച്ച ആ വയൽ പിന്നെ അങ്ങ് നടന്നു പോയാൽ മതി. അങ്ങനെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഉള്ള ഫുഡൊക്കെ തന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് പോവുകയാണ്. അവ ഇനി അടുത്ത ആഴ്ചയല്ല, ഇനി അവൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്കിനി കാണാൻ പറ്റില്ല, ഓണത്തിനായിരിക്കും. അപ്പോൾ ഇനി ഓണത്തിന് കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബായ് പറഞ്ഞ് പോവുകയാണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോസായിട്ട് കാണാം കേട്ടോ. ബായ്.